ബിഗ് ബോസ് എന്നത് ഇപ്പൊ കത്തുകയാണ്, നിറഞ്ഞു കത്തുകയാണ്. ബിഗ് ബോസ് പ്രേക്ഷകർക്കപ്പുറത്തേക്ക് ഈ പരിപാടിയെ കുറിച്ച് കേൾക്കുന്നത്, സാധാരണക്കാരിലേക്ക് കൂടുതൽ എത്തിക്കുന്നത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇതിൽ ഒരാൾ രംഗത്ത് വരുന്നു, ഇത് ഒരു വിജയി, ബിഗ് ബോസ് വിജയും രംഗത്തേക്ക് വരുന്നു. അയാൾ പറയുന്നു ഇവിടെ പെൺവിഷയങ്ങൾ നടക്കുന്നുണ്ട്, പെൺവാണിഭം പോലെ തന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൽ സീസണിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, പൈസ ഷെയർ കൊടുത്തിട്ട് ബിഗ് ബോസിൽ കയറുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ അയാൾ പറയുകയാണ്, ആരോപണങ്ങൾ പറയുകയാണ്. അതിനുശേഷം അടുത്ത ആൾ രംഗത്ത് വരികയാണ്. അങ്ങനെ victim ആയിട്ടുള്ള ആരെയും എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടോന്നും അറിയില്ല, അഖിലേട്ടൻ പറഞ്ഞത് നല്ല കാര്യമാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അവിടുത്തെ ഒരു ലേഡി പറയുന്നു. അതിനുശേഷം റിനോഷ് രംഗത്ത് വരുന്നു. കഴിഞ്ഞ സീസണിൽ സംഭവിച്ച ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന പ്രതിസന്ധി, അയാൾ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് എതിരെ പുറത്തുനിന്ന് വന്ന ഗസ്റ്റ് അടക്കം മുന്നോട്ട് വന്ന് അതിലെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ പുറത്തു പറയുകയാണ്. പക്ഷെ ആ പ്രശ്നങ്ങൾക്ക് അവിടെ പുല്ല് വില കെട്ടുകയും ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യുകയും മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റോബിൻ അതിനുശേഷം പുറത്തേക്ക് പോകുന്നു, അഗസ്റ്റ് പുറത്തേക്ക് പോകുന്നു, അയാൾക്ക് ഭയങ്കര നെഗറ്റീവ് ആവുന്നു. ഇപ്പോൾ ആ റോബിൻ തിരിച്ചു വന്നിരിക്കുകയാണ്. തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിയിക്കാനുള്ള ഒരുപാട് രേഖകളുമായി, അതായത് വീഡിയോ ദൃശ്യങ്ങളുമായിട്ട്, റിനോഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട്, അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് റോബിൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. റോബിൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, ഇവിടെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്, അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരുന്നില്ല, പലതും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വെക്കുകയാണ്. ബിഗ് ബോസ് അങ്ങനെയാണ്, അവരുടേതായ ഒരു സ്ക്രിപ്റ്റ് അവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. അവർ തീരുമാനിക്കുന്ന ഒരാളായിരിക്കും കൂടുതൽ ദിവസം നിൽക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾക്ക് മാറും എന്നൊക്കെയുള്ളതിന് കാരണങ്ങൾ നിരത്തി അവർ പറയുകയാണ്. യഥാർത്ഥത്തിൽ ബിഗ് ബോസ് അങ്ങനെയാണോ? ബിഗ് ബോസിൽ നിന്ന് വിജയിച്ച അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്നതുകൊണ്ട് എത്ര പേർക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്? അതൊരു വലിയ ചോദ്യമാണ്. കൂടുതൽ പേർക്കും വേദന നൽകിയ ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. കാരണം അവരുടെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരുത്തുകയാണ്. ഓരോ സീസണിലെയും മത്സരാർത്ഥികൾക്ക് സോഷ്യൽ മീഡിയയിൽ നടക്കം ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരും. കാരണം അത്രയധികം പ്രേക്ഷകർ ഈ സീസൺ, ഈ ബിഗ് ബോസിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു, കൂടുതലും അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുകയാണ് ബിഗ് ബോസിലേക്ക്. അപ്പോൾ ബിഗ് ബോസ് അത്രയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു എന്നത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അഡിക്ഷൻ വരികയാണ്. സീസൺ 4 ശേഷം കുറെ ആളുകൾ ബിഗ് ബോസ് കാണാണ്ടായി. കാരണം റോബിനാണ് അതിനെല്ലാത്തിനും കാരണം. റോബിനോടുള്ള ഇഷ്ടം, റോബിൻ ശരിയാണ് ബാക്കിയെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കിയ ഒരുപാട് പേർ റോബിന് വേണ്ടി കൂടെ നിന്നു. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ ബിഗ് ബോസിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും ബിഗ് ബോസിന്റെ അവസ്ഥ? അഖിൽ മാരാർ പറഞ്ഞ മധുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് വരെ വന്നിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സീസണിൽ റോക്കിയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വരുന്നു, ബിഗ് ബോസ് നിർത്താൻ പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ കുറെ പ്രതിസന്ധികൾ വരുന്നു, ജാസ്മിനെതിരെ കേസ് വരുന്നു, ഇങ്ങനെ പല കേസുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ഒരു ആരോപണങ്ങൾ, ഇതില് പറയുന്ന പോലെ ആരോപണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് കേസെടുക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ കേസുകളൊക്കെ വരികയാണെങ്കിൽ ബിഗ് ബോസിൽ നടക്കുന്നതിന്റെ പിന്നണിയിൽ നടക്കുന്ന പ്രതിസന്ധികളെല്ലാം നമ്മളിലേക്ക് എത്തും. അതിന് കാരണമായിട്ട് ചിലപ്പോൾ റോബിൻ മാറിയേക്കാം. റോബിൻ ഇത്രയും കുറച്ചു നാള് ഒരു ആന്റി ഹീറോ, അതായത് വില്ലനിസം ആയിട്ട് മാറിയിരുന്നു. നായകനായിരുന്ന റോബിനെ പലരും വില്ലനായിട്ട് കണ്ടിരുന്നു. എന്നാൽ വീണ്ടും അയാൾ നായകനായിട്ട് വരാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം. ഇനി ബിഗ് ബോസിന്റെ ഉള്ളിൽ നടക്കുന്നതിനപ്പുറം പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എപ്പോഴെത്തും, എങ്ങനെ എത്തും എന്നൊക്കെ. അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.